ന്യൂസ് തുറന്നു കഴിഞ്ഞാൽ റോഡ് അപകടം. കേരളത്തിലെ റോഡ് അപകടങ്ങളിൽ പോകുന്ന ജീവനുകൾ, അതിൻ്റെ ഒരു ഗ്രാവിറ്റി, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, അതൊക്കെ നമുക്ക് ന്യൂസ് കാണുമ്പോഴൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ടെൻഷൻ ക്രിയേറ്റ് ആവുകയാണ്. സീരിയസ് ആയിട്ട് റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ പേടിയാവുകയാണ്. ആ ഒരു അവസ്ഥയ്ക്ക് കാര്യങ്ങൾ പോവുകയാണ്. റോഡിൻ്റെ നിർമ്മാണ പ്രശ്നമാണോ, അതായത് സയൻറ്റിഫിക് അല്ലാത്തൊരു റോഡ് സ്ട്രക്ചർ നമ്മുടെ നാട്ടിലുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അതിൻ്റെ സീനാണോ, അതോ ഇനി നമ്മൾ കെയർലെസ് ആവുന്നതാണോ, മഴയാണോ പ്രശ്നം? ആകെ മൊത്തത്തിൽ രാവിലെ മുതൽ ന്യൂസ് എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റോഡ് അപകടങ്ങളും മരിച്ച ആൾക്കാരുടെ, കുട്ടികളുടെ സിറ്റുവേഷൻ, അവരുടെ ഫാമിലി, അവരുടെ അങ്ങനെ ഇമോഷണൽ സ്റ്റേജിലൂടെയാണ് അധികവും ന്യൂസിൻ്റെ ഒരു മേജർ പോർഷനും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായി ആക്ട് ചെയ്യേണ്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു ഉത്തരവില്ല. സ്റ്റേറ്റിനോട് ചോദിച്ചാൽ സെൻട്രൽ പറയും, സെൻട്രലിനോട് ചോദിച്ചാൽ സ്റ്റേറ്റ് എന്ന് പറയും, നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഒരുപാട് എന്തുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം ചാരാനും പഴി ചാരാനും ഒരുപാട് എന്താ പറയുക, ആളുകൾക്ക് ഒരു ഉണ്ടറിയാം. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് നമ്മളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കെയർഫുൾ ആവുക എന്നല്ലാതെ ഇതിനകത്ത് വേറെ ഒരു രീതിയിലുള്ള മാറ്റവും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. ഓക്കെ, നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഇന്ന് അറിയാലോ, അപകടം സംഭവിച്ചു. ന്യൂലി വെഡഡ് കപ്പിളായിരുന്നു, നാട്ടിലേക്ക് വന്നു. അൺഫോർച്ചുനേറ്റ്ലി ഫാമിലി മൊത്തം അവരിന്നില്ല. പാലക്കാട് ആ കുട്ടികൾ പോയി. അതിന് മുമ്പ് മറ്റേ മെഡിക്കൽ കോളേജിലുള്ള കുട്ടികൾ ടവേര ഓടിച്ചിട്ട് അവർ കുറച്ച് പേര് പോയി. ഇതൊക്കെ നമ്മൾ ന്യൂസിലൂടെ അറിയുന്ന ഏറ്റവും ഹൈ ഇൻറ്റൻസിറ്റി കൊളീഷൻസും അതിൽ നിന്ന് ഉണ്ടായ ജീവൻ പോയ കേസുകളൊക്കെയാണ്. അല്ലാതെ എത്രയോ കേസുകൾ സംഭവിക്കുന്നു കേരളത്തിൽ ഡേ ടു ഡേ. ഇന്ന് ഞാൻ കണ്ടു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ വിഷ്വലി ഞാൻ വെക്കുന്നില്ല. ഓറഞ്ച് വിൽക്കുന്ന വണ്ടി ഉണ്ടല്ലോ, കൊട്ട വണ്ടി ബാക്കിൽ. അതിൽ ഓറഞ്ച് വിൽക്കുന്ന വണ്ടിയിൽ ഒരു കുട കാണുമല്ലോ, ആ കുടയും കൊണ്ട് ഓറഞ്ച് വിൽക്കുന്ന വണ്ടി പോവുകയാണ്. ആ കുട ചെരിഞ്ഞിട്ട് റോട്ടിൽ പോണ ഒരു ചേട്ടൻ്റെ കഴുത്തിൽ കൂടി വലിച്ചിട്ട് ആ ചേട്ടനെ കൊണ്ടുപോയി. ആലോചിച്ച് നോക്കുക. അപ്പോൾ കുറേയൊക്കെ നമ്മൾ കെയർഫുൾ ആവുക. ഒരു 99% നമ്മൾ കെയർഫുൾ ആവുക എന്നുള്ളതല്ലാതെ ഇതിന് സിസ്റ്റത്തിന് ഭാഗത്തുനിന്നൊരു സപ്പോർട്ട് കിട്ടുന്ന എനിക്കൊരു പ്രതീക്ഷയില്ല. അന്ന് ആ കുട്ടികൾ പാലക്കാട് മരിച്ച സമയത്ത് ഗതാഗത മന്ത്രി പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം. ഹൈവേ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ നേരെ അങ്ങ് ചെയ്തു പോകാന്നുള്ളതല്ല. അത് എനിക്ക് തോന്നുന്നത് ഈ ഹൈവേ പണിയാൻ വരുന്നിടത്ത് എഞ്ചിനീയേഴ്സിന് വലിയ റോളില്ലെന്നാണ് തോന്നുന്നത്. ഈ ഹൈവേ എല്ലായിടത്തും ഓരോ കമ്പനികളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ കോൺട്രാക്ടർമാരും അവരുടെ ഡിസൈനിങ്ങുമാണ്. വേൾഡ് ബാങ്കിന്റെ റോഡ് പോലെ, വേൾഡ് ബാങ്കിന്റെ റോഡിൽ നമ്മുടെ പ്രാദേശികമായ എഞ്ചിനീയർമാർക്കോ പ്രാദേശിക ജനപ്രതിനിധികൾക്കോ ഒന്നും യാതൊരു കാര്യമില്ല. അവർ പണം തരും, അവർ ഗൂഗിൾ മാപ്പ് വഴി ഒരു ഡിസൈൻ തയ്യാറാക്കും. ഗൂഗിൾ മാപ്പിൽ അത് സഹിച്ചുകൊണ്ടെന്നാണ്. അപ്പോൾ അവിടെ വീടുണ്ടോ, വീട്ടിലേക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ടോ, നമ്മുടെ വഴികൾ അടയ്ക്കുക, ഇതൊക്കെ അതിന്റെ കുഴപ്പം കൊണ്ടാണ്. പ്രാദേശിക കൂടിയാലോചന വേണ്ടതല്ലേ? അത് ഇതൊക്കെ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി വന്നിട്ട് അവിടെ സൈറ്റിൽ നിന്നാണ് റോഡ് ഡിസൈൻ ചെയ്യേണ്ടത്. ഇത് സൈറ്റിൽ നല്ല ഡിസൈൻ ചെയ്യുക. ദൗർഭാഗ്യവശാൽ പല റോഡുകൾ ഡിസൈൻ ചെയ്യുന്നത് ഗൂഗിൾ മാപ്പിലാണ്. അപ്പൊ ഈ ശരിയായ കർവിനകത്തുള്ള ഒരു വളവിൽ വരുന്നൊരു ഇറക്കം, കയറ്റം, ഇതൊന്നും ശ്രദ്ധിക്കില്ല. ഗൂഗിൾ മാപ്പിൽ അങ്ങനെ കാണില്ലല്ലോ. ഗൂഗിൾ മാപ്പിൽ വളരെ നല്ല കാണും. ഈ വേൾഡ് ബാങ്കിന്റെ റോഡുകൾ KSTP റോഡ് ഉണ്ടാക്കാനാണ് ഡിസൈൻ കൊടുക്കുന്നതിൽ KSTP എഞ്ചിനീയർമാർക്കോ കേരളത്തിലെ PWD എഞ്ചിനീയർമാർക്കോ ഒരു റോളും ഇല്ല. ഞങ്ങളുടെ നാട്ടിൽ ഇത് അനുഭവിച്ചതാണ്. അത് പക്ഷേ നമ്മൾ അവിടെ നിന്ന് കൂടെ നിന്ന് വഴക്കടിച്ച് കോൺട്രാക്ടർ ഒരു ഡിസൈൻ പ്രസന്റ് ചെയ്യുന്നു. ആ പ്രസന്റിനെ സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് അംഗീകരിക്കുന്നു. കോൺട്രാക്ടർ അല്ലല്ലോ ഡിസൈൻ കൊടുക്കേണ്ടത്. പ്രാദേശികമായുള്ള പ്രശ്നങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർക്ക് ഒരു അഭിപ്രായം പറയേണ്ട, അവരെല്ലാം പറയണം. അവരുടെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം വേണം റോഡ് ഡിസൈൻ ചെയ്യാൻ. അവിടെ ലോക്കൽ ഇഷ്യൂ എന്താണെന്ന് ഇപ്പോൾ തന്നെ ഈ നടന്ന സംഭവം നടന്ന സ്ഥലത്ത് ലോക്കൽ ഇഷ്യൂ അവിടുത്തെ ആൾക്കാർക്ക് അറിയാവും. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് റോഡ് ഡിസൈനിങ്ങിന് പ്രത്യേകിച്ച് ശാസ്ത്രീയമായ ഒരു ശാസ്ത്രമൊന്നുമില്ല. റോഡ് ഈ പറഞ്ഞ ഗൂഗിളിൽ നോക്കി വരച്ചു പോകണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ്. മറ്റൊരു വിദേശ രാജ്യങ്ങളിൽ റോഡ് ഡിസൈനിങ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് തന്നെയുണ്ട്. ഈ ഫ്ലൈ ഓവർ ഡിസൈനിങ്, റോഡ് ഡിസൈനിങ്, ഇതൊക്കെ പെർഫെക്റ്റ് ആണ്. ഒരു ഫ്ലൈ ഓവറൊക്കെ പണിത് വരുമ്പോൾ അതിന്റെ മറ്റ് രാജ്യങ്ങളിൽ പോയി നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഫ്ലൈ ഓവർ വന്നിറങ്ങുന്നതും റോഡ് മാറുന്നതും എല്ലാം കറക്റ്റ് ആയിരിക്കും, തെറ്റില്ല. ഓക്കെ, ഗതാഗത മന്ത്രി പറഞ്ഞത് ഇന്ന് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതായത് നമ്മളവിടുത്തെ റോഡ് സ്ട്രക്ചേഴ്സ്,
ഓക്കെ. ഇന്ത്യയിലെ എസ്പെഷ്യലി കേരളത്തിലെ റോഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിനൊരു സയൻറ്റിഫിക് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ഉള്ള ബോട്ടിൽ നെക്ക് ഉണ്ടാക്കി വെക്കലും, പാലം ഉണ്ടാക്കുമ്പോൾ അവിടെ അഴിമതി, ഇല്ലെങ്കിൽ ഏതെങ്കിലും വഴി കൂടി വെട്ടിവെച്ച വഴി കൂടി റോഡ് ഉണ്ടാക്കിയിട്ടുള്ള പോക്ക്, അങ്ങനെയൊക്കെ നമുക്ക് ഓക്കെ ഫൈൻ, അതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ പേഴ്സണലി അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. വൈ? ബിക്കോസ് നമ്മുടെ നാട്ടിലൊരു 90% ഈ റോഡ് സിസ്റ്റം, ഇപ്പം ഞാനുള്ളതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദുബായിലാണ്. ഇതൊരു പ്ലാൻഡ് സിറ്റിയാണ്. അതിവിടെ റോഡുകളിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇതൊരു പ്ലാൻഡ് സിറ്റി എങ്ങനെയാണ് വെൽ പ്ലാൻഡ് ആവുന്നത് എന്നുള്ളത്. ബിക്കോസ് ഓഫ് ഇവിടുത്തെ റോഡ് കണക്ഷൻസ്, ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ഇവിടുത്തെ റൂൾസ്. ഓക്കെ, അതാണ് ഈ സിറ്റിയുടെ ദ കോർ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ അൺഫോർച്ചുനേറ്റ്ലി അതില്ല. ഓക്കെ, ഈ നമ്മുടെ നാട്ടിൽ എന്താ നടന്നു വെച്ചെങ്കിൽ പണ്ടത്തെ നടവഴികൾ, ഓക്കെ, അത് പ്ലാൻഡ് അല്ലാത്തൊരു നാട്ടിൽ നടന്ന സംഭവം അങ്ങനെയല്ലേ വരും. നടവഴികൾ ഒരു ഘട്ടത്തിൽ എന്താവുകയാണ്, നടവഴികൾ അങ്ങോട്ട് റോഡുകളാവുകയാണ്. നമ്മുടെ നാട്ടിൽ അതല്ലേ ഉണ്ടായ, നടവഴികളായിട്ടുണ്ടായിരുന്ന പല സ്ഥലങ്ങളും അത് വീതി കൂട്ടിയിട്ട് റോഡാക്കി മാറ്റി. ഓക്കെ, അതിൽ തന്നെ വളവുകൾ വന്നു, കയറ്റങ്ങളുണ്ട്, ഇറക്കങ്ങളുണ്ട്, അതിനകത്ത് മരങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ പുറമെ റോഡ് വന്നപ്പോൾ വൈദ്യുതി, ജലവിതരണം, ടെലിഫോണ്. എടി നമ്മളൊരു സിസ്റ്റം അങ്ങനെയാണല്ലോ, പ്ലാൻഡ് ആയിട്ട് ഉണ്ടായതൊന്നും അല്ലല്ലോ. ആണോ? സെറ്റിൽമെൻറ്റ്സ് ഉണ്ടായിരുന്നു, നടവഴികൾ ഉണ്ടായിരുന്നു, അത് റോഡായി. അപ്പുറത്തുപുറത്ത് വീട്ടുകാരെന്ത് ചെയ്തു, സ്ഥലം വിട്ടുകൊടുക്കുന്നു. പിന്നെ കുറേ എന്താ പറയുക, ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയും സ്റ്റേറ്റ് ഹൈവേ അങ്ങനെ ആയിട്ട് കുറേ സാധനങ്ങൾ അങ്ങനെ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന റോഡുകളാണെങ്കിൽ പോലും ആദ്യമേ ഉണ്ടായിരുന്നൊരു സംഗതിൻ്റെ മുകളിൽ ഇട്ടിട്ട് പോയി. എന്താണെങ്കിലും സയൻറ്റിഫിക്കലി ഒരു അച്ചടക്കത്തിലുണ്ടാക്കിയ ഒരു റോഡ് സിസ്റ്റം അല്ല എന്നുള്ളത് ഇനിയിപ്പോൾ നമ്മൾ ആരിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ട് വല്ല കാര്യമില്ല. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട കാര്യം. ഓക്കെ, ഞാൻ ഏറ്റവും കൂടുതൽ ടൈം വണ്ടിയിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്, ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. നല്ല പേടിയുണ്ട്. ആൻഡ് ഒരു കാര്യം പറയാം, റെസ്പോൺസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഒട്ടും ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ഡ്രൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫുൾ കെയർഫുള്ളായി ഓടിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. സോ ഞാൻ റെസ്പോൺസിബിൾ ആവേണ്ടിയിരിക്കുന്നു, അതിൻ്റെ മൈൻഡിലിരിക്കുന്നുണ്ട്. ദിവസവും ഇങ്ങനത്തെ ന്യൂസുകൾ കേൾക്കുമ്പോഴൊക്കെ വിചാരിക്കും റെസ്പോൺസിബിൾ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്, ഇനിയും ശ്രമിക്കും. ഓക്കെ, ഇവിടെ രാത്രി കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ, പുലർച്ചെ ടൈമിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ആ സ്ഥലങ്ങൾ ആക്ച്വലി നമ്മുടെ അധികാരികൾക്ക് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. മെയിൻ ഏരിയാസ് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആ സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ പഠിക്കുക. റോഡിൻ്റെ ഈ പറഞ്ഞ മാതിരി സയൻറ്റിഫിക് സ്ട്രക്ചറിൽ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റുക. ഇനി അത് പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലൈറ്റ്സ് പ്രോപ്പറാണോ? ഇവിടെ ദുബായിലൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രി ലൈറ്റ്സ് വളരെ പക്കയാണ്, നമുക്ക് റോഡ് കാണാത്തൊരു ഇഷ്യൂ വരില്ല. ഓക്കെ, ഒരാൾ ഉറങ്ങുന്നത് എപ്പോഴാണ്? ആകെ മൊത്തം ഒരു ഉറക്കത്തിലുള്ളൊരു ആംബിയൻസ് കൂടി വരണം. ഇവിടെ കണ്ണു കുത്തുന്ന ലൈറ്റ് റോഡിലൊക്കെ. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, പല റോഡിൽ പല സ്പീഡാണ് ആൻഡ് ഹെവി ഫൈന്. നമ്മുടെ നാട്ടിലിപ്പോൾ ഞാനടക്കം ഓക്കെ ക്യാമറ വെച്ചാലും അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലും നമ്മൾ ഭൂലോക കുറ്റം പറയും, നെഗടിച്ച് ഇല്ലാതാക്കും. ഫൈൻ, റോഡ് നന്നാക്കി എന്നിട്ട് മതി ഫൈൻ എന്ന് പറയും. പക്ഷേ അതേ നമ്മൾ ഈ നാട്ടിലെത്തുമ്പോഴത്തേക്ക് പുറത്ത് വേറെ യൂറോപ്പിലും ഗൾഫിലും പോകുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും, നിയമം പാലിക്കും. പക്ഷേ അവിടെ റോഡ് നല്ലതാണ് ഇവിടെ. ഓക്കെ, റോഡ് നല്ലതാണ്. ഇനിയിപ്പോൾ ഗതാഗത മന്ത്രി പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. ഇവിടുത്തെ റോഡുകൾ ഓക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് സയൻറ്റിഫിക്കായിട്ട് ഉണ്ടാക്കാത്ത സാധനങ്ങളാണ്, സംഭവിച്ചു. അതിപ്പോൾ അധികാരികൾ അറിയാം, മന്ത്രിക്ക് തന്നെ അറിയാം. ഈ റോഡുകൾ ഇനി അവിടെ നന്നാക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിച്ചോ, അതും അത്ര ഈസി ടാസ്ക് ഒന്നുമല്ല. ഇങ്ങനെ സയൻറ്റിഫിക്കലി മോശമാക്കി ഉണ്ടാക്കിയ റോഡുകൾ ഒന്നും കൂടി മോശമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ റീപാച്ച് വർക്കും പരിപാടികളും ചെയ്യുന്നുണ്ട്. അത് അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കണ്ടേ? അതൊരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, പ്രോപ്പർ ലൈറ്റ്, വിസിബിലിറ്റി, ലൈറ്റ് സാധനങ്ങൾ അതെല്ലായിടത്തും എത്തിക്കാൻ ശ്രമിക്കണ്ടേ? വേണം. പിന്നെ ഏറ്റവും വലിയൊരു സീന് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലഹരി തന്നെയാണ്. പല തരത്തിലുള്ള കോമ്പിങ് നമ്മളിപ്പോൾ അടുത്തൊക്കെ കണ്ടിട്ടുണ്ട് രാത്രി സമയങ്ങളിൽ. ആൻഡ് ഓബിയസ്ലി മദ്യലഹരി അങ്ങനെ ഇങ്ങനെ. ഉറക്കം ഇസ് എ ഫാക്ടർ. ഉറക്കം പ്ലസ് ലഹരി വേറൊരു സീൻ.
പിന്നെ ഏറ്റവും വലിയ വിഷയം ഞാൻ പറയുന്നത്, ഞാനടക്കം നിങ്ങളടക്കം പലരും അനുഭവിച്ചിട്ടുണ്ടാവും, ഹൈ ബീം ലോ ബീം. ഹൈ ബീം ഇട്ട് അടിച്ച് കയറി, ലോ ബീം ആക്കും ഈഗോ ആണ്, തത്തൂല. പുഷ്പ താഴത്തില്ലടാന്ന് പറഞ്ഞ പോലെ പലരുടെയും ഇവിടുത്തെ കാറിൻ്റെയും ബസ്സിൻ്റെയും ലോറീൻ്റെയൊക്കെ ലൈറ്റ് താഴത്തില്ല, പൊക്കി മേലോട്ട് വയ്ക്കും, എന്നിട്ട് അടുത്തുള്ളവൻ്റെ കണ്ണിൽ കുത്തിക്കും. എന്നിട്ട് ഞാൻ ഈഗോ ആണ്, എന്തിനും ഞാൻ താത്തേണ്ട ആവശ്യം എന്താ? അവൻ താത്തില്ല, ഞാൻ താത്തില്ല, അപ്പോൾ രണ്ടാളും താത്തൂല, അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈ ബീം ഇട്ട് പോകും. ആ ഈഗോ മാറ്റി വെച്ചിട്ട് ഒന്ന് ഡിമ്മാക്കി കൊടുത്താൽ ചിലപ്പോൾ എതിരിൽ വരുന്നവർ ഒന്ന് ഡിമ്മാക്കി തരും. ഓക്കെ. പിന്നെ രാത്രി സമയങ്ങളിൽ ചില ലോറിക്കാർക്കും ചില ബസ്സുകാർക്കും ഒരു സംഗതി അവരുടെ തോന്നലുണ്ട്, ഇത് ഞങ്ങളുടെ ടൈം, ഇത് നമ്മ ടൈം, നാം താണ്ട പയ്യെന്നുള്ള സീനാണ് അവർക്ക് രാത്രി. അവർ ഏറ്റെടുക്കുക റോഡ് അങ്ങോട്ട്. ചെറിയ വണ്ടിക്കാരെ കണക്കാക്കുകയില്ല, അവർ കണക്ക് കൂട്ടൂല, അതൊരു സീന്. രണ്ടാമത് ഉറക്കം. ഞാനും ഉറങ്ങി വണ്ടി കുത്തിച്ചിട്ടുണ്ട്, വണ്ടി തട്ടിയിട്ടുണ്ട്, ജസ്റ്റ് എസ്കേപ്പ് ആയിട്ടുണ്ട് പല സമയത്തും. അതിലിപ്പോൾ നമ്മൾ തന്നെ ടേക്ക് കെയർ ചെയ്യാന്നല്ലാതെ വേറെ വഴി നമുക്കില്ല. വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ടേക്ക് കെയർ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഹോട്ട്സ്പോട്ടുകൾ, ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ഹോട്ട്സ്പോട്ടുകൾ തിരഞ്ഞെടുത്തിട്ട് അവിടെ അഡീഷണലായിട്ട് ചെക്കിങ്ങും കാര്യങ്ങളും പരിപാടികളും വെക്കുക. ഇതിപ്പോൾ ഈ അപകട ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് MBDയും ബാക്കി ടീമുകളൊക്കെ രാത്രി കട്ടൻ ചായയും മറ്റേ ചുക്ക് കാപ്പിയായിട്ട് ഇറങ്ങും 4 ദിവസം. എന്നിട്ട് അത് 4 ചാനലുകാരെ വിളിച്ച് കൊണ്ടുവന്നിട്ട് വീഡിയോ ക്ലിപ്പിച്ച് ചുക്ക് കാപ്പി മറ്റേ കാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടും. 5-ാമത്തെ ദിവസം അത് കഴിഞ്ഞു. പിന്നെ ചുക്ക് കാപ്പിന് ചൂ പോലും കാണൂല. ഏത് ഇനിയെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന റോഡുകൾ ഓക്കെ അറ്റ്ലീസ്റ്റ് എന്താ പറയുക, പഠിച്ചിട്ട് ഉണ്ടാക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. നമ്മൾ പേഴ്സണലി മനസ്സിലാക്കുക, നമ്മളത് വെരി അട്ടർ ഫ്ലോപ്പ് സിസ്റ്റമാണ്, റോഡ് സിസ്റ്റമാണുള്ളത്. ആ റോഡ് സിസ്റ്റത്തിന് നമ്മൾ ആരും സേഫ് അല്ല. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ ഭയങ്കര കോഷ്യസ് ആയിട്ട് വണ്ടി ഓടിക്കുക. ഓക്കെ, റെസ്പോൺസിബിളായിട്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. ആൻഡ് വേറൊരു മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ മഴ സീനാണ് നമുക്ക്, വെള്ളക്കെട്ട് സീനാണ് നമുക്ക്. അത് വേറൊരു വിഷയമാണ്. അപ്പം മഴയത്ത് കൂടുതൽ റെസ്പോൺസിബിൾ ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലാതെ വേറെ വഴിയില്ല. ഓക്കെ. എടീ, നമ്മളെ നാട് പ്ലാൻഡ് അല്ലാത്ത നമ്മുടെ സിസ്റ്റം ഫെയിലിയറിൻ്റെ ഒരു വിഷയമാണ്. അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഓക്കെ. ആൻഡ് നല്ല റോഡുകളുള്ള സ്ഥലത്തുള്ള വിഷയം ഞാൻ പറഞ്ഞത്, ഇനി നല്ല റോഡാണെന്ന് വിചാരിച്ചോ, അപ്പം നമുക്ക് ഈഗോ കയറും. ആടി പറഞ്ഞു ഞാൻ നല്ല റോഡക്കിടപ്പും നമ്മളും പോവും. പിന്നെ വണ്ടി മോഡിഫിക്കേഷനും ബാക്കി സാധനങ്ങളൊക്കെ പിടിക്കാൻ കാണിക്കുന്നൊരു ശുഷ്കാന്തി ഇവിടുത്തെ അധികാരികൾക്കുണ്ട്. ആ ശുഷ്കാന്തി എന്ത് ചെയ്യുക, ഇതേപോലെ കുറച്ചും കൂടി ബെറ്റർമെൻറ്റിന് വേണ്ടി ഹോട്ട്സ്പോട്ടുകൾ, ആക്സിഡൻറ്റ് ഹോട്ട്സ്പോട്ടുകൾ തിരഞ്ഞെടുത്ത് അവിടെ കുറച്ച് കൂടുതൽ അഡീഷണലി രാത്രി സമയത്തും ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഡ്യൂട്ടിയുടെ ഭാഗമാണല്ലോ, അപ്പോൾ അത് ശ്രമിക്കുക. ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ആക്സിഡൻറ്റ് നടക്കുന്ന സ്ഥലത്ത് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ മോണിറ്ററിങ് ഉണ്ട് അധികാരികളുടെ ഭാഗത്തു നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആളുകൾ കോൺഷ്യസ് ആവും ഭയങ്കരമായിട്ട്. അപ്പോൾ അവിടെ എത്തുമ്പോഴുള്ള സ്പീഡിങ് ഒക്കെ ഒന്ന് കുറയും, ഒന്ന് നിൽക്കുകയൊക്കെ ചെയ്യും. ഓക്കെ. ആൻഡ് ഇനി വീഡിയോ കാണുന്നവർ, നിങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുന്നവരാണ്, വണ്ടിയുള്ളവരാണ്, ഇതേ റോട്ടിൽ കൂടി പോകുന്നവരാണ്, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇത് രാത്രി സമയത്ത് മാത്രമല്ല കേട്ടോ ആക്സിഡൻറ്റ്സ്, രാവിലെ സമയം ഇഷ്ടംപോലെ നടക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ രാവിലെ സമയത്തുള്ള ആക്സിഡൻറ്റ്സ് എന്ന് പറയുമ്പോൾ അത് കൂടുതലായിട്ട് ഈഗോ സീൻസിൻ്റെ മുകളിൽ തന്നെയാണ് നടക്കാറ്. പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൻ്റെ ഇഷ്യൂസ്, കാരണം രാവിലെ ആകുമ്പോൾ കുണ്ടും കുഴിയുള്ള റോഡായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരാളെ ഓവർടേക്ക് ചെയ്ത് ഇടിച്ചു കയറി വരുന്നതായിരിക്കാം. പിന്നെ ഒരു പരിധി വരെ നമ്മളെ റെസ്പോൺസിബിൾ ആവും. എവിടെയെങ്കിലും എത്തണം എന്നുണ്ടെങ്കിൽ നേരത്തെ ഇറങ്ങാതെ വഴുകി ഇറങ്ങി ചീറിപ്പാഞ്ഞു പോണത്, അങ്ങനത്തെ പരിപാടികളായിരിക്കാം. എന്താണെങ്കിലും നമ്മുടെ റോഡ് സിസ്റ്റം അട്ടർ ഫ്ലോപ്പാണ് മക്കളെ. ഈ രാജ്യത്തൊക്കെ വന്ന് ദുബായിലൊക്കെ വന്ന് നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ ഈ രാജ്യത്തിൻ്റെ വളർച്ചയുടെ തന്നെ കാരണം ഇവിടുത്തെ റോഡ് സിസ്റ്റമാണ്. ആൻഡ് ഇവിടെ എല്ലാവരും നിയമം കൃത്യമായി പാലിക്കുന്നത് ഇവിടുത്തെ ഹെവി പെനാൽറ്റീസ് താങ്ങൂല. നമ്മളെ നാട്ടിൽ ഹെവി പെനാൽറ്റി ഇപ്പോൾ ഇടുന്നുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല,
പക്ഷെ നമ്മുടെ നാട്ടുകാർക്ക് പിന്നെ മൈൻഡൊന്നുമില്ല, ഞാനടക്കമുള്ളവർക്ക് നമുക്ക് മൈൻഡൊന്നുമില്ല. എന്താ 4 വൈനല്ലേ അടയ്ക്കാം, നമുക്ക് ആ മൈൻഡാണ്. പിന്നെ ഇങ്ങനത്തെ ന്യൂസ് കാണുമ്പോഴാണ് ആലോചിക്കുന്നത്, നാളെ ഇപ്പം എന്തെങ്കിലും പറ്റിയാലോ എന്ന്. അടി നമുക്ക് പറ്റണ്ട, നമ്മളെ കൈ കൊണ്ട് വേറെ ആർക്കെങ്കിലും പറ്റിയുള്ള അവസ്ഥ എന്ന് വെച്ചാൽ അപ്പോൾ നമ്മളെ ജീവിതം പോയില്ലേ. ഡാർക്ക്.